അപ്പോൾ വാർത്താ ലോകവും സൈബർ ലോകവും ഒരേപോലെ കൊട്ടിഘോഷിക്കുന്ന വളരെ വികാരഭരിതരായി കൊട്ടിഘോഷിക്കുന്ന വിഷയം ഇപ്പോൾ മെയിനായിട്ടും ഇതാണ് അല്ലേ. നമ്മുടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഭരതനാട്യം നമ്മുടെ കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന സംഭവം. അപ്പോൾ ഇത് ഇപ്പോൾ ഇത്ര വലിയ വാർത്തയായ സ്ഥിതിക്ക് എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങളും കേൾക്കണം. എന്നിട്ട് അത് എന്താണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും തന്നെ അതിനെക്കുറിച്ച് അറിഞ്ഞ ഒരു കാര്യം ഇത്ര മാത്രമാണ്. ഇങ്ങനെ നടത്തുന്നു, വേൾഡ് റെക്കോർഡാണ്. അപ്പോൾ നോക്കുമ്പോൾ 160 എമൗണ്ട് ടിക്കറ്റ് ചാർജ് ഉള്ളൂ. വലിയ എമൗണ്ടൊന്നും അല്ല. അപ്പോൾ ദൈവമേ, ഇത്രയും വലിയ നർത്തകരെ ഒരുമിച്ച് കാണാമല്ലോ, അത് എന്തായിരിക്കും, ഒരു ഭയങ്കര സംഭവമായിരിക്കും എന്നുള്ളതൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പം നൃത്തത്തെ ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടി ആകുമ്പോൾ എന്തായാലും അവരെല്ലാവരും തന്നെ വരും. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എനിക്കിവിടെ ഷെയർ ചെയ്യാനുള്ളത്. എന്തെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് വൺ, നമ്മൾ ഒരു നോർമൽ ഒരു പരിപാടി പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ, ഒരു സ്ഥലത്ത് അവതരിപ്പിക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കേണ്ടി വരും, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കേണ്ടടുത്ത് എല്ലായിടത്തും കൊടുക്കണം അല്ലേ. കാലപരിധിയിൽ വരുന്ന പോലീസ് സ്റ്റേഷൻ, കളക്ടർ, അല്ലെങ്കിൽ അതിന് വേണ്ടപ്പെട്ട അധികൃതർ ആരൊക്കെയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കണം. എന്നതിന് ശേഷം മാത്രമാണ് ആ പരിപാടി നമ്മൾക്ക് അവിടെ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വേൾഡ് റെക്കോർഡ്, ഗിന്നസ് വേൾഡ് റെക്കോർഡ് വെട്ടിക്കാൻ വേണ്ടി തന്നെ നടത്തുന്ന ഇത്ര വലിയ മെഗാ പരിപാടി നടത്തുമ്പോൾ എന്തായാലും ഈ വക സംഭവങ്ങളെല്ലാം വേണമല്ലോ, ഇല്ലാതെ അല്ലല്ലോ ഇത് നടത്തുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഈ വേണ്ടപ്പെട്ട സ്ഥലങ്ങളിൽ കണ്ട് അവരൊക്കെ സൈൻ ചെയ്ത് അവരുടെയൊക്കെ അനുമതിയോട് കൂടിയാണ് ഈ പരിപാടി നടത്തിയത്. അന്നേരം ഇവർ എന്തുകൊണ്ട് തിരക്കിയില്ല? ഇതിന് എത്ര ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതിൻ്റെ ഫണ്ട്, ആൾക്കാരുടെ കയ്യിൽ നിന്ന് എത്ര രൂപയാണ് ഇതിന് ടിക്കറ്റ് കാണുന്നതിന് പിരിക്കുന്നത്, ഇതിന് ഓരോ കുട്ടികളിൽ നിന്നും എത്രമാത്രം രൂപ പിരിക്കുന്നു, അപ്പോൾ എന്താണ് അതൊക്കെ എന്തായാലും ചോദിക്കാതെയും അറിയാതെയും അധികാരികൾ അല്ലെങ്കിൽ എല്ലാം നിങ്ങൾ നടത്തിക്കോ. ഇതിൻ്റെ പിന്നിൽ എത്ര രൂപ വേണോ നിങ്ങൾ ഇഷ്ടമുള്ള പോലെ പിരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് പരിപാടി നടത്തിക്കോ എന്ന് അധികാരികൾ പറയുമോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. അപ്പോൾ അവരെ എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഒരു പരിപാടി കണ്ടസ്റ്റ് ചെയ്യാനും ഇത് നടത്താനും സമ്മതിക്കത്തുള്ളൂ. നെക്സ്റ്റ്, നമ്മുടെ ആക്ട്രസ് ദിവ്യ ഉണ്ണിയാണ് ഇതിൻ്റെ പിന്നിൽ അഹോരാത്രം പണിയെടുത്തത് എന്നും കേട്ടു. അപ്പോൾ ഈ ദിവ്യ ഉണ്ണി എന്തായാലും ഈ നൃത്ത അധ്യാപികമാരെ ആയിരിക്കുമല്ലോ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവുക അല്ലേ. എന്തായാലും ദിവ്യ ഉണ്ണിക്ക് കുട്ടികളുമായിട്ടുള്ള കോണ്ടാക്ട് കുറവായിരിക്കില്ല. നൃത്ത അധ്യാപകർ, ഫേമസ് ആയിട്ടുള്ള, അറിയപ്പെടുന്ന, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നൃത്തം സ്കൂൾ നടത്തുന്ന ആൾക്കാരെ ആയിരിക്കും ഇതിനകത്ത് പങ്കെടുപ്പിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവരെ അധ്യാപികമാരെ ആയിരിക്കും ഏൽപ്പിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ അധ്യാപികമാർ ചോദിച്ചറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ചാടി വീണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന് കേൾക്കുമ്പോൾ ഇപ്പം അതായതുകൊണ്ട് ഓക്കെ, എന്ത് സംഭവമാണെങ്കിലും ഇങ്ങനെ ചാടി വീണ് തൻ്റെ കുട്ടികളെയും കൊണ്ടങ്ങ് ഇറങ്ങുവാണോ, അതിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ അന്വേഷിക്കേണ്ടേ. വസ്ത്രം എന്തായാലും കല്യാൺ സിൽക്സാണ്. അപ്പോൾ അവർ പറയണം 1600 രൂപയാണ് വസ്ത്രത്തിന്. ഓ ആയിക്കോട്ടെ, വിശ്വസിച്ചു. 5000 വസ്ത്രത്തിന്. ഓ ആയിക്കോട്ടെ, വിശ്വസിച്ചു. അങ്ങനെയല്ലല്ലോ വേണ്ടത്. ആ വസ്ത്രത്തിന് അത്രയും എമൗണ്ട് മുടക്കേണ്ടതുണ്ടോ എന്ന് തിരക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് പറഞ്ഞു. അപ്പോഴും നിങ്ങൾ അന്വേഷിക്കണം, അത്രയും രജിസ്ട്രേഷൻ ഫീസാണോ മുടക്കേണ്ടത്, അത്രയും മുടക്കിയിട്ടാണോ, അല്ലെങ്കിൽ ഏതാണ് എന്ന് എന്തായാലും അന്വേഷിക്കണം. അത് അന്വേഷിക്കാതിരിക്കാൻ പാടില്ല. അപ്പോൾ നൃത്ത അധ്യാപികമാരെ എന്താവശ്യപ്പെടുന്നോ അവർ പറയുന്നതാണ് കുട്ടികൾ അനുസരിക്കുന്നത്, കുട്ടികളുടെ മാതാപിതാക്കളും അനുസരിക്കുന്നത്. അല്ലാതെ അവർക്ക് നേരിട്ടൊരു ഓപ്ഷൻ ഇല്ല. പിന്നെ ഇതിലൊക്കെ എന്ത് സംഭവമാണെങ്കിലും അതിലേക്ക് എടുത്ത് ചാടിയതിന് ശേഷം അയ്യോ ഞങ്ങൾക്ക് ഇങ്ങനെയാണ്, അത് ഇങ്ങനെയാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല, അങ്ങനെയാണ് ഇങ്ങനെ നമ്മൾ എടുത്ത് ചാടുന്നതിന്. ഇപ്പോൾ ഇതിന് എന്തായാലും ഞാൻ ഒരു നൃത്ത അധ്യാപക പറഞ്ഞത് കേട്ടായിരുന്നു, 1.5 മാസമായിട്ട് ഇതിൻ്റെ പുറകെയാണ്, ഇതിൻ്റെ അഭ്യാസത്തിനാണ്. അപ്പോൾ ഇത്രയും ടൈം ഉണ്ടായിരുന്നല്ലോ, എന്തായാലും നിങ്ങൾക്ക് അന്വേഷിക്കാനും തിരക്കാനും ഒക്കെയുള്ള ധാരാളം സമയം ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് തിരക്കാമായിരുന്നു അല്ലേ. ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ഷെയർ ചെയ്യാം. ഈ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ വലിയ രീതിയിൽ വാഴ്ത്തപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ ദിവ്യ ഉണ്ണി. പുള്ളിക്കാരിയുടെ ഒരു കൂടെ നിന്നിട്ടുള്ളൊരു ഫോട്ടോ എടുക്കാൻ ആരാധികമാരായ 2 പേര്, വേറെ അവിടെ കൂട്ടം കൂടി ഭയങ്കര പ്രശ്നങ്ങളോ ബഹളങ്ങളോ ഒന്നും ഇല്ല. ജസ്റ്റ് അവർ 2-3 പേര് മാത്രമാണ് അങ്ങോട്ടേക്ക് കടന്നു വന്നത്. അപ്പോൾ ഒരു ഭീകരനായ ഒരാൾ അവിടെ കിടന്ന് കാണിക്കുന്ന അംഗം, ഇത് കാണുന്ന ആ ആക്ട്രസ്, ഇതൊക്കെ എന്തായാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല, സ്വാഭാവികമായിട്ട് നടക്കുന്ന സംഭവമാണ്. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടു നോക്ക്. ഇവരാണ് ഇതൊക്കെ കണ്ടസ്റ്റ് ചെയ്ത് ആൾക്കാർ ദൈവതുല്യം ഭയങ്കര സംഭവത്തിൽ എടുത്ത് ചാടി പുറപ്പെട്ടതൊക്കെ.
നെക്സ്റ്റ് ഒരു വീഡിയോ ഞാൻ കണ്ടതാണ്, നിങ്ങളിത് കണ്ടു നോക്കണം. ഇതൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ 3600 വാങ്ങിയത്. ലാസ്റ്റ് അവര് അതെ രജിസ്ട്രേഷൻ ക്ലോസ് ആയപ്പോ ഞങ്ങളൊരു 4 പേര് രജിസ്റ്റർ ചെയ്തിരുന്നു. അത് 4500 വാങ്ങി. എന്നുവെച്ചാൽ അവരുടെ ഒരു സംഘാടകര് അത്ര നല്ലതായിരുന്നില്ല അവിടെ ചെന്നപ്പോ. അതൊക്കെയായിരുന്നു ഞങ്ങളുടെ മെയിൻ പ്രശ്നം. ഇത്തിരി വെള്ളത്തിന് വേണ്ടി നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. അതായിരുന്നു മെയിൻ ഒരു ഇഷ്യൂ. കാരണം വെള്ളം എന്ന് പറയുന്നത് നമുക്ക് ഒരു 4 മണിക്കൂറോളം ഇവർ ആ സ്റ്റേഡിയത്തിൽ നിൽക്കുന്നതാണ്. അതിനു മുന്നേ കുറെ നേരം ക്യൂ നിന്നിട്ടാണ് QR കോഡ് സ്കാൻ ചെയ്ത് അകത്ത് കയറുന്നത്. അകത്ത് കയറി കഴിഞ്ഞ ഒരു ഇത്തിരി വെള്ളം ഇപ്പം അത്രയും വലിയൊരു സ്റ്റേഡിയത്തില് ഒരു 4-5 ബൂത്ത് വെള്ളത്തിന് വേണ്ടി വെക്കുവാണെങ്കിൽ നമുക്ക് പോയി കളക്ട് ചെയ്യാൻ എളുപ്പമില്ലേ? ഇതൊരൊറ്റ ബൂത്ത് വെള്ളത്തിൽ നമ്മൾ കളക്ട് ചെയ്യണമെങ്കിൽ സ്റ്റേജിന്റെ അവിടെ പോകണം. പറയുന്നത് വിളിച്ചു വരുത്തി കുടിവെള്ളം പോലും കൊടുത്തില്ല, കഷ്ടപ്പെടുത്തി എന്നാണ്. അപ്പോൾ ഇത് നമ്മൾ ന്യായത്തിൻ്റെ കൂടെ തന്നെ നിൽക്കണം. ശരിയാണ്, കുടിവെള്ളം പോലും കിട്ടാത്ത അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടോ? കാരണം അത്രമാത്രം 12,500 പേര് ഇല്ലേ, അതിലും കൂടുതലുണ്ടായിരുന്നു. പിന്നെ പോരാത്തന്നെ ഈ കാണികളും. അപ്പോൾ ഇത്രയും പേരുള്ളിടത്ത് ചിലപ്പോൾ വെള്ളത്തിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവും. പക്ഷേ എത്ര പേര് ഷോ ബുക്ക് ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസ് അധികാരികൾക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഭാരവാഹികൾക്ക് അറിയാം. അതുപോലെ എത്രമാത്രം കുട്ടികളും അവരുടെ പാരൻസും ഉണ്ടാവുമെന്നും ഇവർക്കറിയാം. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ആയിരിക്കണം ഈ ഒരു കാര്യം ചെയ്യാനായിട്ട്, അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാനായിട്ട്. വെള്ളത്തിൻ്റെ കുറവുകളോ അവരെ നിർത്തി ബുദ്ധിമുട്ടിക്കാനോ അവരെ കഷ്ടപ്പെടുത്താനോ ഒന്നും പാടില്ല. അത് എന്തായാലും തെറ്റ് തന്നെയാണ്. പിന്നെ ഇതൊക്കെ ഇത് സംഭവിച്ചതിന് ശേഷം പിന്നെ വന്ന് മീഡിയയിൽ ഇങ്ങനെ നെക്സ്റ്റ് ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, നിങ്ങളൊന്ന് കണ്ടിട്ട് പറയൂ. അതായത് സംഘാടകർക്കെതിരെ പരാതിയുമായി ഒരു നൃത്ത അധ്യാപിക. ഈ നൃത്ത അധ്യാപിക 1 മാസം കൊണ്ട് അഹോരാത്രം പണിയെടുത്തിട്ടാണ് ഈ കുട്ടികളെ എതിരെ പ്രയത്നിച്ചതും ഈ അമ്മമാരിൽ നിന്ന് ഈ പൈസയൊക്കെ മേടിച്ചതും എല്ലാം. അപ്പോൾ ഈ എമൗണ്ട് കൊടുക്കുമ്പോൾ അറിഞ്ഞില്ലേ ഇത് വളരെ കൂടുതലാണ്, എന്തായാലും ഇത് കൂടുതലാണ് എന്നുള്ളത് അറിഞ്ഞില്ല എന്നാണോ, അതോ ഇതിലൊന്നും എനിക്ക് പങ്കില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതാണോ? നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ. 1 മാസം ഉണ്ടേ. അപ്പോൾ ഈ ദിവ്യ ഉണ്ണിയെ നേരിട്ട് കോൺടാക്ട് ചെയ്യാം. ദിവ്യ ഉണ്ണി അടിക്കൊന്നുമില്ല. അല്ലെങ്കിൽ ആരാണോ ഈ ഭാരവാഹികളുണ്ടല്ലോ, ഇവരെങ്ങനെ അറിഞ്ഞത്, ഈ സംഭവം അറിഞ്ഞത് എങ്ങനെ? അവരോട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കണം. ചോദിക്കുന്നതിന് മുമ്പേ കാശെല്ലാം എടുത്ത് കൊടുത്ത് രജിസ്ട്രേഷൻ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അയ്യോ എന്ന് പറഞ്ഞിട്ട് പരാതിയുമായിട്ട് വരും. അതായത് എന്താ സംഭവം എന്ന് വെച്ചാൽ ജനങ്ങൾ എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കടന്ന് ഉരുണ്ട് കളിക്കുക എല്ലാവരും കൂടെ. ഉമാ തോമസ് MLA അപകടത്തിൽപ്പെട്ട കൊച്ചിയിലെ നൃത്ത പരിപാടിയുടെ സംഘാടകർക്കെതിരെ പരാതിയുമായി നൃത്ത അധ്യാപിക രംഗത്ത് വന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ രജിസ്ട്രേഷൻ ഫീസായി 3500 രൂപ വാങ്ങി. സ്റ്റേഡിയത്തിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടായിരുന്നതായി നൃത്ത അധ്യാപിക 24നോട് പറഞ്ഞു. പിള്ളേരില് ഈ നട്ടപ്പൊരി വെയിലൊക്കെ ടാർ റോഡിൽ നിന്നേ അവര് ജസ്റ്റ് ഒരു കുട്ടിയുടെ 3600 രൂപ വെച്ച് അവർ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും അവർക്ക് ഒരു തുണിയുടെ പന്തിരേണ്ട ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടികൾക്ക് കുടിവെള്ളം കൊണ്ടുവന്നത് നമ്മൾ അകത്ത് നമ്മൾ പുറത്തുനിന്ന് അകത്തേക്ക് വെള്ളം കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ ഇപ്പുറത്ത് നമ്മൾ മേടിച്ചിട്ട് കുടിക്കാൻ വെള്ളം മേടിച്ച് കുട്ടികൾ നടക്കുന്ന വഴിയിൽ ഞാൻ ഒഴിച്ചു കൊടുത്ത കുട്ടികൾ നടന്നേ. ഇവിടെ വെള്ളമില്ല, ഒന്നുമില്ല. ഒരു സുരക്ഷയിൽ ആരെങ്കിലും ഒരു കൊണ്ട് ബോംബ് വെച്ചിരുന്നെങ്കിൽ കൂടെ അത് പൊട്ടിത്തേർന്ന് എല്ലാം കൂടി ചത്തകളയായിരുന്നു. 2 ഫയർഫോഴ്സ് അവിടെ നിന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 1-2 ആംബുലൻസിനെ കണ്ടായിരുന്നു. പിന്നെ വേറെ ഒന്നുമില്ല. ഇവിടെ ടോട്ടൽ 12,000 സംതിങ് കുട്ടികളുണ്ട്. അവരുടെ 12,000-ൽ ഒരു ഈ ഒരു സംഭവത്തിൽ എനിക്ക് മനസ്സിലാവാത്തത് ശരിക്കും പെട്ടുപോയത് ദിവ്യ ഉണ്ണിയാണ്. കാര്യം ദിവ്യ ഉണ്ണിയുടെ പേരാണ് എല്ലാ സ്ഥലത്തും അറിയുന്നതും പറയുന്നതും സൈബർ ആക്രമണം ഏറ്റവും കൂടുതൽ നേരിടുന്നത്. അപ്പോൾ ഇത് സംഘടിപ്പിച്ച ഭാരവാഹികളുടെ പേര് വിവരങ്ങൾ വിശദമായിട്ട് ആര് എന്ത് ഏത് എന്നൊക്കെ എന്തുകൊണ്ടാണ് ഒരു മീഡിയക്കാരും പുറത്തേക്ക് പറയാത്തത്? അത് എന്ത് സംഭവം നടന്നാലും ഇതിങ്ങനെ തന്നെയാണ്. എല്ലാം സംഭവിച്ച കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. പിന്നെ വാട്ട് നെക്സ്റ്റ് അതും പറയില്ല. ഇനി എന്താണ് ഇപ്പം സംഭവിച്ചു, തട്ടിപ്പാണെന്നൊക്കെ തെളിഞ്ഞു, കംപ്ലീറ്റ് കാര്യങ്ങളെല്ലാം തെളിഞ്ഞു. ഈ ഒരു ചൂട് ഉള്ള വാർത്ത ഇത് ചൂടോടുകൂടി മൊത്തം പരക്കും. എന്നിട്ട് ഒരു 2-3 ദിവസം കഴിയുമ്പം ഇതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാണ്ടാവും. ഈ പൈസയും ഒക്കെ കൊണ്ട് ഭാരവാഹികളും എല്ലാവരും അങ്ങ് പോകും. ഇത് തന്നെയല്ലേ സംഭവിക്കാൻ പോണേ? എന്താ ഇനി വാട്ട് നെക്സ്റ്റ്? അപ്പം മേടിച്ച ക്യാഷ് ഒന്നുകിൽ റീഫണ്ട് ചെയ്യാം. അതൊക്കെയാണ് വേണ്ട. ഈ നടന്ന സംഭവത്തിന് തീയിൽ എണ്ണ ഒഴിച്ച് ആളി കത്തിച്ച് പടർപ്പിച്ച് പിന്നെ അത് അവസാനം വെള്ളം ഒഴിച്ച് കെടുത്തുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ മേടിച്ച കാശ് തിരിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. ഗാലറിയിൽ പരിപാടി കാണാൻ വന്നവർ ടിക്കറ്റ് എടുത്തു, വന്നു, കണ്ടു, കഴിഞ്ഞു.
അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് മേടിച്ച ക്യാഷ്, ആരുടെയൊക്കെ കയ്യിൽ നിന്ന് എത്രയൊക്കെ ക്യാഷ് മേടിച്ചെന്നുള്ള ലിസ്റ്റ് എന്തായാലും സംഘാടകരിൽ ഉണ്ടാവുമല്ലോ. അയച്ചു കൊടുത്തതിൻ്റെ എത്രയും കുട്ടികളുണ്ട്, എത്രയും കുട്ടികളുടെ കയ്യിൽ നിന്ന് മേടിച്ചതിൻ്റെ തെളിവ് അവരുടെ കയ്യിലും ഉണ്ട്, മേടിച്ചവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ റീഫണ്ട് ചെയ്യുക, റിട്ടേൺ കൊടുക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെന്താ, ഈ പൈസ തിരിച്ച് കിട്ടിയില്ലെങ്കിൽ പിന്നെ മേടിച്ചു എന്ന് പറഞ്ഞാൽ കാര്യമില്ലല്ലോ. അപ്പോൾ എന്താണ് അതിനൊരു പരിഹാരം എന്നുള്ളതാണ് സത്യം. അല്ല ഇനി പൈസയൊക്കെ മേടിച്ച് ഒരുപാട് കൈകളിലേക്ക് പോയി എല്ലാവരും കൂടെയൊക്കെ ചേർന്നുകൊണ്ടും അറിഞ്ഞുകൊണ്ടും ഒക്കെ ഉള്ള പരിപാടിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റിട്ടേൺ പരിപാടി നടന്നില്ല എന്ന് വരും. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഈ ഒരു പരിപാടി നടക്കുന്നതിന് മുന്നേ എന്തായാലും വേണ്ടപ്പെട്ടവരെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്ര രൂപ വെച്ചാണ് വാങ്ങിയതെന്നും പിരിച്ചതെന്നും ഒക്കെ എല്ലാവരും അറിയിച്ചിട്ട് തന്നെയാണ്. അതായത് അറിയാത്തത് കുറച്ച് പൊട്ടൻ ജനങ്ങളാണ്, നമ്മളെപ്പോലെയുള്ള കുറേ ആൾക്കാരാണ്. ഇപ്പോൾ ഉമാ മാമിന് ഇങ്ങനെ ഒരു അത്യാഹിതം സംഭവിച്ചപ്പോഴാണ് ഇതൊരു വാർത്തയായിട്ട് എല്ലാവരുടെയും ഇതിലേക്ക് എത്തിയത്. വന്നു അയ്യോ ഇത്രയൊക്കെയാണോ അങ്ങനെയൊക്കെയാണ്, പിന്നെയാണ് ബാക്കിയെല്ലാം ചുരുളഴിഞ്ഞു വരുന്നത്. അപ്പം നമ്മളെപ്പോലുള്ള കുറച്ച് ജനങ്ങൾ മാത്രമാണ് ഇതിൻ്റെ ഇതൊന്നും അറിയാത്തത്. ബാക്കി എല്ലാവരും അറിഞ്ഞിട്ടൊക്കെ തന്നെയാണ് ഇതിലേക്ക് എടുത്ത് ചാടിയതും എല്ലാം ചെയ്തതും എല്ലാം. അപ്പോൾ ഇനി നെക്സ്റ്റ് ഞാൻ വേറൊരു വീഡിയോ നമ്മുടെ ഉമാ മേഡത്തിന് സംഭവിച്ച അത്യാഹിതം ആരോ എടുത്ത് വീഡിയോ ആയിട്ട് ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ ഫുള്ള് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് ഞാൻ കാണിച്ചു തരാം. ആ മാഡം വീഴുന്നത് വരെയുള്ള രംഗമാണ് കണ്ടത് അല്ലേ. അതായത് ഒരാൾ ആ കസേര ഇട്ടിരിക്കുന്ന സ്ഥലത്തു നിന്ന് എത്ര ഇഞ്ച് വ്യത്യാസത്തിലാണ് താഴേക്ക് പതിക്കാനുള്ള ഒരു ഇത് ഉള്ളതെന്ന് നോക്കിക്കേ നിങ്ങൾ. അപ്പോൾ എന്നാൽ ശരി, അത്ര സ്പേസേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും നല്ല രീതിയിൽ ഒരു ഇത് കൊടുക്കണ്ടേ, ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണ്ടേ എന്തായാലും എന്തെങ്കിലും വെച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ അത് വ്യക്തി താഴെ പോകത്തില്ല, നമുക്കത് വ്യക്തമായിട്ട് കാണാം. അത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഭാരവാഹികൾ ചെയ്ത ഇതിൻ്റെ സംഘാടകരുടെ വലിയൊരു വീഴ്ചയാണ്. കാര്യം ആ മേഡം ഇപ്പോൾ മരണം മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുക അവരുടെ അവസ്ഥ. ഇതുപോലെ ഒരു അപ്പം പിന്നെ ഈ ഒരു സ്റ്റേജ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ തന്നെ ഇത് നേരത്തെ കാണുന്നവരില്ലേ, നേരത്തെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അന്നത്തെ ദിവസം തന്നെ അത് കാണുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഗുരുതര വീഴ്ച കാണുന്നുണ്ട്. കണ്ടിട്ടും ഒരു അപകടം സംഭവിച്ചതിന് ശേഷമാണ് അത് വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാവണം. അപ്പോൾ ആ അപകടം സംഭവിക്കണം എന്നാലാണ് അത് കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്, ഇത്രയും താഴ്ചയിലേക്ക് ഒരാൾ വീഴാൻ ചാൻസ് ഉണ്ട് എന്ന് ചിന്തിച്ചാൽ പോരെ ആർക്കാണെങ്കിലും. അങ്ങനെയാണ്, ഇതാണ് നമ്മുടെ ഇവിടുത്തെ കുഴപ്പം. എന്തെങ്കിലും ഒരു സംഭവം നടന്നതിന് ശേഷം മാത്രമാണ് അത് തിരിച്ചറിയുന്നത്, അയ്യോ ഇങ്ങനെയാണല്ലേ എന്നറിയുന്നത്. ഇപ്പം എന്തായാലും ഈ കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി. കാര്യം അത്രമാത്രം രീതിയിലാണ് ഈ വാർത്താലോകം ഇതിനെ പ്രചരിപ്പിക്കുന്നതും ഇത് ഇമാതിരി കാണിക്കുന്നതും എല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കുറേ സത്യാവസ്ഥകൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ അറിയണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനും ഇത് പറഞ്ഞു. കോലാഹലങ്ങളൊക്കെ സൃഷ്ടിച്ച് ഇതൊക്കെ കഴിഞ്ഞ് ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ കേരളത്തിന് നേടിത്തന്ന് പുള്ളിക്കാരി ഫേമസ് ഒക്കെ ആയി. എല്ലാം കഴിഞ്ഞ് പുള്ളിക്കാരി അമേരിക്കയിലേക്ക് തിരിച്ചു കയറി എന്നാണ് കേട്ടത്. അമേരിക്കയിൽ നിന്ന് വന്നു, അമേരിക്കയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഇവിടെ ഇതെല്ലാം കൂടി ഇങ്ങനെ അങ്ങ് ആകെ കൊളവായി ചളവായി പ്രശ്നമായി ഒരു അടുത്തൊരു ചൂടുള്ള വാർത്ത കിട്ടുമ്പോഴത്തേക്കും ഇത് കഴിയും. എല്ലാം ഇങ്ങനെ തന്നെയാണ്, അല്ലാതെ ഒരു സംഭവത്തിനും ഒരു അവസാനം ഇല്ല എന്നുള്ളതാണ്. എൻ്റെ അറിവിൽ പരിഹാരം ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല, പരിഹാരം ഉണ്ടായിട്ടില്ല. എല്ലാം വലിയ വാർത്തകളായി സൃഷ്ടിക്കപ്പെടുന്നു. അടുത്തൊരു ന്യൂസ് കിട്ടുമ്പോൾ അത് അവസാനിക്കും, അത്രേ ഉള്ളൂ. ഇതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് നേരത്തെ മനസ്സിലാക്കാനുള്ള അവസരങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടായി. പിന്നെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ കുറ്റം പറയാൻ കുടത്തോടെ കിട്ടുന്ന അവസരങ്ങളൊന്നും മലയാളികൾ പാഴാക്കില്ല എന്ന് പറഞ്ഞ പോലെ എല്ലാവരും പറ്റുന്ന പോലെ അങ്ങ് അറുമാദിക്കുന്നുണ്ട്, ചാനലുകാരും സൈബർ ലോകവും. എന്തായാലും കൊള്ളാം.